सैयारा तू तो बदला नहीं है मौसम जरा सा रूठा हुआ है അങ്ങനെ ഫൈനലി വൺ ഓഫ് ദ മോസ്റ്റ് ട്രെൻഡിങ് ബോളിവുഡ് സിനിമ കണ്ടു സയ്യാര. എന്തൊരു ഹൈപ്പാണ് ഈ സിനിമയുടെ പുറകെ. ആൻഡ് ജസ്റ്റ് വോണ്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്. കുറെ പേര് വേറെ ലെവലാണ്, ഹാർട്ട് ടച്ചിങ്, ഹാർട്ട് ബ്രേക്കിംഗ് ആണെന്ന് പറയുന്നു, കുറെ പേര് ക്രിഞ്ച് ഫെസ്റ്റ് ആണെന്ന് പറയുന്നു, കുറെ പേര് ഡീസന്റ് ഒക്കെയാണെന്ന് പറയുന്നു. സോ ഞാൻ ഇതിൽ ഏത് ഭാഗത്ത് പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ലവ് ദ മൂവി വെരി 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 മച്ച്. ഇറ്റ്സ് കറന്റ്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഇൻ 2025. പേഴ്സണലി മോഹിത് സൂര്യ സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഹമാരി അധൂരി കഹാനി, ഏക് വില്ലൻ, ആഷിക്കി 2, സെഹർ. പക്ഷെ പിന്നീട് ഹാഫ് ഗേൾ ഫ്രണ്ട് ഒക്കെയായിരുന്നു. മലങ്ക് നന്നായിരുന്നു, പക്ഷെ ഏക് വില്ലൻ 2 ഒട്ടും അങ്ങോട്ട് കണക്ട് ആയില്ല. ഒരു ബിലോ ആവറേജ് വർക്ക് തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സയ്യാർ എന്ന സിനിമയിൽ വലിയൊരു ഹോപ്പ് കൊടുത്തില്ല. പിന്നെ ആ ഫ്രഷ് കാസ്റ്റ്, ഫ്രഷ് ന്യൂ ഫേസസിലും ഒരു ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്തില്ല. സോ ഇവരോടൊക്കെ ആദ്യം സോറി പറയണം, ആ കാസ്റ്റിനോടും മോഹിത് സൂര്യയോടും ഇങ്ങനെ മിസ്ജഡ്ജ് ചെയ്തതിന്. ആഹാൻ പാണ്ഡെ, ഹി ഈസ് ഹിയർ ടു സ്റ്റേ. ഈ ഒരു സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആഹാൻ പാണ്ഡെയാണ്. ഞാൻ രൺബീർ കപൂർ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി ഇവരൊക്കെ കണ്ടിട്ടുള്ളൂ കണ്ണ് വെച്ച് അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമ ലിറ്ററലി ഹി വാസ് കണ്ണുകളായിരുന്നു മോസ്റ്റ്ലി അഭിനയിച്ചുകൊണ്ടിരുന്നത്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഡെബ്യൂ ആണെന്ന് പറയാനേ പറ്റില്ല, അമ്മാതിരി പെർഫോമൻസ്. പിന്നെ അനീത് പഡ്ഡ ആ ഒരു ടഫ്, ആ ഒരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ വളരെ മിടുക്കോടെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഓരോ റൊമാൻസ്, ഇവരുടെ ഓരോ ഇന്നസെൻസ് എല്ലാം നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഒന്നാമതേ, ഓരോ സീനിലും ഞാൻ പറയണു, ഓരോ സീനിലും ഒടുക്കത്തെ ഡെപ്ത് ആൻഡ് ഇമോഷൻസോടെയാണ് എഴുതി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. വി ക്യാൻ ലിറ്ററലി ഫീൽ ഈച്ച് ആൻഡ് എവറി സീൻ, ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം. ദിസ് മാൻ മോഹിത് സൂരി, ഹി നോസ് ഹൗ ടു എക്സിക്യൂട്ട് എ വെരി ഹാർട്ട് ടച്ചിങ്, ഹാർട്ട് ബ്രേക്കിംഗ്, സോൾഫുൾ ലവ് സ്റ്റോറി. അതിന്റെ എക്സാമ്പിൾസ് ആണല്ലോ ആഷിക്കി 2, ഏക് വില്ലൻ, ഹമാരി അധൂരി കഹാനി. ഈ ഒരു സിനിമകളുടെ ഷെയ്ഡ്സ് പോലും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, റീമേക്ക് എന്നോ. അമീർ ഖാൻ തന്നെ ഈ അടുത്തുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി, റീമേക്ക് ചെയ്യണമെങ്കിൽ എന്താ പ്രശ്നം. ആകെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഫെയ്ത്ത്ഫുൾ റീമേക്ക് ആയിരിക്കണം, ഒരു ബെസ്റ്റ് റീമേക്ക് ആയിരിക്കണം. ഇപ്പൊ എന്നോട് തന്നെ പേഴ്സണലി ചോദിക്കുവാണ്, ലൈക്ക് ഏക് വില്ലൻ ആണോ അതോ ഐസ് ഓഫ് ദ ഡെവിൾ ആണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഐ ഓൾവേസ് പ്രിഫർ ഏക് വില്ലൻ. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ റീമേക്ക്. അതേപോലെ തന്നെയാണ് സ്റ്റാർ ഇസ് ബോൺ ഓർ ആഷിക്കിയാണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഐ വിൽ ചൂസ് ആഷിക്കി 2. ഈ ഒരു സിനിമയിലും അങ്ങനെ തന്നെയാണ്. മോഹിത് സൂരി ആ സിഗ്നേച്ചർ നമുക്ക് ഹോൾ സിനിമയിൽ കാണാൻ പറ്റും. സോങ്സും വിഷ്വൽസും എല്ലാം ഒത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റൈറ്റേഴ്സിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം. ആ ഒരു ടച്ചിങ് ഡയലോഗ്സിനും ആ ഒരു ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ഇന്റൻസിറ്റിക്കും ക്യാരക്ടറൈസേഷനും. പിന്നെ സെക്കൻഡ് ഹാഫിലാണെങ്കിലും കുറെ ചില മൊമെന്റ്സിലൊക്കെ കൈവിട്ട് പോകേണ്ട കുറെ മൊമെന്റ് വളരെ നീറ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഈ സിനിമയുടെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇറ്റ്സ് പ്രെഡിക്റ്റബിൾ, ഔട്ട് ഓഫ് ദ ബ്ലൂ സംഭവങ്ങളൊന്നുമില്ല, കൂടുതൽ എക്സ്പെക്റ്റും ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ ഇത്, ഇഫ് യു ലവ് മോഹിത് സൂരി റൊമാൻസ്, ദിസ് മൂവീസ് ഫോർ യു. 2.5 മണിക്കൂർ റൺ ടൈം കൃഷ് കപൂറിന്റെയും വാനി ബട്രയുടെയും അവരുടെ റൊമാൻസിന്റെയും അവരുടെ ജീവിതത്തിന്റെയും ഭാഗമാവാം. ഇറ്റ്സ് എ ഹാർട്ട് ടച്ചിങ് റൊമാൻറ്റിക് മൂവി ഡൺ ഇൻ ദ റൈറ്റ് വേ.